കർമ്മപാഠങ്ങൾ എന്ന പാഠപുസ്തക. പണ്ട് ഈ കമോലിന്റെ ബുക്കിൽ അങ്ങനെ മുജാഹിദ് ഒരാക്കെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് അറിഞ്ഞു. ഇത് തിരുത്തിയിട്ടില്ല. ഇത് ആൾറെഡി മുജാഹിദിന്റെ മദ്രസയിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കർമ്മപാഠങ്ങൾ എന്ന പാഠപുസ്തക. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 26 ആ ജുമായുടെ പ്രാധാന്യം എന്ന പുസ്തകത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നു, കൃത്യമായി അവർ വ്യക്തമാക്കുന്നു എന്താ ഹദീസ്. പാഠപുസ്തകത്തിൽ ഹദീസ് പഠിപ്പിക്കാറ് 100% കുറ്ററ്റ ഹദീസല്ലേ പാഠബുക്കിൽ കൊടുക്കുള്ളൂ, ഒരു സംശയമില്ലാത്ത ഹദീസ്. ആ ഹദീസ് ഇവർ കൂടി ഉദ്ധരിക്കുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ സഹോദരന്മാരെ. സ്വഹീഹായ ഹദീസ് അല്ലെങ്കിൽ കൊടുക്കൂലല്ലോ ഇവര്. എന്താ ഹദീസ്? അനൗസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളി അയ്യാമികും യൗമുൽ ജുമുഅ. നിങ്ങൾ ഏറ്റവും പാവനമായ ദിവസമാണ് വെള്ളി. റസൂലുള്ളാഹി പറയാ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളി. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹി. അതുകൊണ്ട് വെള്ളിയാഴ്ച എനിക്ക് നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ. കാരണം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും. ഖാലു സ്വഹാബത്ത് ചോദിച്ചു കൈഫ തുറദു അലൈക സ്വലാത്തുനാ യാ റസൂലല്ലാഹ് വഖദ് അറൻത. നബിയെ ചോദിച്ചോട്ടെ, നിങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അപ്പുറം ഇപ്പുറം വെച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നിങ്ങൾ കാണും കേൾക്കും അറിയുമെന്ന് ഞങ്ങൾ ഏറെക്കുറെ ഉൾക്കൊള്ളാൻ നിങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട്. പക്ഷേ നബിയെ നിങ്ങളൊരു കാലം വഫാത്തായി പോയാൽ, ഈ മണ്ണിൽ നിങ്ങൾ അടക്കം ചെയ്യപ്പെട്ടു പോയാൽ, ഈ മണ്ണിന്റെ ഭാഗമായി നിങ്ങൾ ലയിച്ചു പോയാൽ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് നിങ്ങൾക്ക് കാണാൻ? കോടാനുകോടി ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് എങ്ങനെ കാണാൻ സാധിക്കും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി എന്താ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഭൗതിക ശരീരത്തിന്റെ നിലനിൽപ്പാണോ കേൾവിയുടെ തടസ്സമായി നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ, നാശമാണോ കണക്കാക്കുന്നതെങ്കിൽ പറയട്ടെ, അമ്പിയാക്കളുടെ ഭൗതിക ശരീരം ഈ മണ്ണിൽ വെച്ചാൽ ദ്രവിച്ചു പോകുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുജാഹിദ് പ്രസ്ഥാനം പാഠപുസ്തകത്തിൽ കൊടുത്ത ഹദീസിലാ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ലോകത്തുള്ള മുസ്ലിം ജനകോടികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് അനുനിമിഷം അല്ലാഹുവിന്റെ റസൂൽ കേട്ടുകൊണ്ടിരിക്കും, കണ്ടുകൊണ്ടിരിക്കും, അറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് പാഠപുസ്തകത്തിൽ വന്നെങ്ങനെയാ നമ്മൾ അറിഞ്ഞത്? മറ്റേ മുജാഹിദ് ഷബാബിലെഴുതി എടാ പാഠപുസ്തകത്തിൽ ഹദീസ് കൊടുത്തത് ശരിയില്ല, ഖുറാഫയ്ക്ക് തെളിവാവൂലേ? ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് കോടാനുകോടി ആളുകൾ ഒരേ സമയം സ്വലാത്ത് ചൊല്ലിയാൽ നബി തങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ? എന്നാ പിന്നെ നബിനെ വിളിച്ചാൽ കാണുന്നതിനും കേൾക്കുന്നതിന്റെ പ്രശ്നം എന്ന് വരൂലേ? അപ്പൊ ഇവര് മറുപടി ചെയ്താ വിചിന്തനത്തില് അങ്ങനെ റസൂലിന്റെ ഹദീസ് പറഞ്ഞ ഖുറാഫയ്ക്ക് തെളിവാവെന്ന് വിചാരിച്ച് ഒഴിവാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങളത് കൊടുക്കടാ. അപ്പൊ മറ്റേ വിഭാഗം പറയുന്നത് ഹദീസ് കൊടുത്തോളൂ, പക്ഷേ പരിഭാഷയിൽ ഒരു വ്യാഖ്യാനം കൊടുത്തൂടായിരുന്നോ? നിങ്ങളെ സ്വലാത്ത് ഞാൻ കാണുന്ന അറിഞ്ഞുകൊടുത്ത് ആ സ്വലാത്തിന്റെ ആ പ്രതിഫലം എനിക്ക് എത്തുന്ന ചെറിയ വ്യാഖ്യാനം കൂട്ടിക്കൊടുത്തുവിടനോ? മറ്റേ ശൈത്താനെ കൊതുകാക്കി ഒരു അഡ്ജസ്റ്റ്മെന്റ്, എന്നാ പ്രശ്നം തൽക്കാലം രക്ഷപ്പെടൂലേ? ഇവർ അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞാൽ അത് സ്വന്തം വ്യാഖ്യാനം നമുക്ക് അവകാശമല്ല. പാഠമൊക്കെ അങ്ങനത്തെ നിലനിർത്തും പിൻവലിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള കോടാനുകോടി ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ സ്വീകാര്യനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം സ്വഹീഹെന്ന് സ്ഥിരീകരിച്ച സഹീഹായ പരമ്പരയോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് അംഗീകരിക്കുന്ന ഹദീസിൽ പറയുന്നു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ് മാ മിൻ അഹദിൻ മിൻകും യുസല്ലിമു അലയ്യ. ലോകത്താര് എവിടെ വെച്ച് ഏത് ഭാഷയിൽ എങ്ങനെ എനിക്ക് സലാം ചൊല്ലിയാലും ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, എൻ്റെ ആത്മാവിനെ അല്ലാഹു നേരത്തെ എനിക്ക് തിരിച്ചു തന്നതുകൊണ്ട് ഹത്താ അറുദ്ദ അലൈഹി സലാം, ഓരോ വ്യക്തികൾക്കും വൈയക്തികമായി പേഴ്സണലായി ഞാൻ കേട്ട് മടക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ഹദീസ് സ്വഹീഹാണ്, മുജാഹിദിന്റെ പണ്ഡിതനാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് കോടാനുകോടി ആളുകൾ ഒരേ സമയം വ്യത്യസ്ത ഭാഷകളിൽ സലാം ചൊല്ലിയ റസൂലിനെ കേൾക്കും, തിരിച്ചു മടക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ റസൂലിനെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് വിളിച്ചാലാ വിളി റസൂലിനെ കേൾക്കൂല, സലാം ചൊല്ലിയാൽ ആ സലാം കേൾക്കുമെന്ന ഈ വകതിരിവിന് വേർതിരിവിന് എന്ത് മാനദണ്ഡമാണുള്ളത്? എന്ത് മാനദണ്ഡമാണുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന മഹാത്മാക്കൾക്ക് അദൃശ്യമായ നിലയിൽ നമ്മളെ സഹായിക്കാൻ പരിധിയില്ലാതെ കാണാനും കേൾക്കാനും കഴിയുമെന്ന് പറയുന്ന, പക്ഷെ അള്ളാഹു നൽകുന്ന സഹായം കൊണ്ട് എന്ന വ്യത്യാസത്തോടുകൂടി നമ്മുടെ വിളി കാണാനും കേൾക്കാനും റസൂലുള്ളാഹിക്ക് തന്നെ കഴിയുമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഈ ആശയം സ്ഥിരീകൃതമായി ചോദ്യം ചെയ്യാതെ ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു വന്ന ആശയ. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് അവർക്കൊരു പ്രശ്നമായി തോന്നില്ല. ആ ശിർക്കിറ ചിന്ത എപ്പോഴേ ഉണ്ടായത്? അതൊക്കെ അന്ന് സ്വഹാബത്തിന്റെ കാലത്ത് വ്യാപകല്ലേ. റസൂലുള്ളാഹി ഇസ്തിഗാസ നടത്തിയിരുന്നോ? റസൂലുള്ളാഹി നടത്തിയിരുന്ന റസൂലുള്ളാഹി സ്ഥിരമായി നടത്താത്ത എന്താ? റസൂലുള്ളാഹി ഇസ്തിഗാസ നടത്താൻ നമ്മളെക്കാൾ മീതുള്ള സൃഷ്ടികളോട് നടത്തുക. റസൂലുള്ളാഹിന്റെ മീത സൃഷ്ടികളില്ല.
അതുകൊണ്ട് റസൂലുള്ള മീതെയുള്ള അല്ലാഹു അല്ലാതെ റസൂലുള്ളാഹിന്റെ മീതെ മറ്റാരുമില്ലാത്തത് കൊണ്ട് മറ്റു സൃഷ്ടികളോട് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി റസൂലുള്ള എപ്പോഴെങ്കിലുമൊക്കെ ഇസ്തിഗ്ഹാസ് നടത്തണ്ടേ? നടത്തിയ സംഭവം ഉണ്ടല്ലോ, നടത്തിയ സംഭവം. തഫ്സീർ റാസി നോക്കുമ്പോൾ ഞാൻ ഒറ്റ സംഭവം പറയട്ടെ. ഹജ്ജിന് പോയ ആളുകൾ, ഉംറക്ക് പോയകൾ, മദീന സന്ദർശിക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. മദീന സന്ദർശിക്കാൻ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ മദീനയിൽ റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫ് ഉണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫ്, റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ലെന്ന് ചില പറയാറുണ്ട്. റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫ് ഖബറും അബൂബക്കർ സിദ്ദീഖിന്റെ ഉമറുൽ ഫാറൂഖിന്റെ ഖബറും മൂന്നും ഒരുമിച്ച് 6 മീറ്റർ ഉയരത്തിൽ കെട്ടിപ്പൊക്കിച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഗ്രിൽസിട്ട് ഭദ്രമായ ഒരു റൂമിലാണ് റസൂലുള്ളാഹിന്റെ ഖബർ. അതിന്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന റൗദത്തുൽ ഖദറാ, പച്ച ഖുബ്ബ. അത് ശിർക്കല്ല സുഹൃത്തുക്കളെ, ശിർക്കാണെങ്കിൽ അവിടെ നിലനിൽക്കില്ല. അല്ലാഹുവിന്റെ റസൂല് എന്റെ ഖബർ ഇങ്ങനെ ശിർക്കുണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ആ റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫിന്റെ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മുകൾ ഭാഗത്ത് കൃത്യമായി സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഒരു വലിയ പദ്യ സമാഹാരം കാണാൻ സാധിക്കും. സൂക്ഷിച്ചു നോക്കൂ. 6 മാസം മുമ്പ് സൂക്ഷിച്ചു നോക്കി വായിച്ചവനാണ് ഞാൻ. അങ്ങനെ വായിക്കാൻ കാരണം ആദരണീയരായ നമ്മുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ കൃത്യമായി നോക്കി വായിച്ച് പകർത്തിയെടുത്തു കൊണ്ടുവന്ന ആ വരികൾ 6 മാസം മുമ്പത്തെ കാര്യം ഇന്നുണ്ടാവും 100% ഉറപ്പാ. ആ കാണുന്ന വരികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദ ഷരീഫിന്റെ മുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ സുന്ദരമായ ചില വരികൾ നിങ്ങൾ കേൾക്കണോ? എന്താ വരികൾ? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി ഇലാ അഹദി യാ മൻ യഖൂമു മഖാമൽ ഹംദി للفرد للواحد الفرد لم يولد ولم يلد إني إذا مسني ضيم يرفعني فقلت يا سيد ساداتي يا سندي كل شفيع إلى الرحمن من زللي فمن علي بما لا كان في خلدي. ഞാനത് വിശദീകരിക്കുന്നില്ല. കൃത്യമായി പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ കൈ പിടിച്ചെന്നെ മുന്നോട്ടാനയിക്കൂ. ഞാൻ ആരോടും സഹായം ചോദിക്കുന്നില്ല, ആരിലേക്കും തെറ്റുന്നില്ല. അങ്ങ് മാത്രമാണ് എന്നെ സഹായിക്കാൻ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി, എന്റെ പ്രവാചകരെ എന്റെ കൈ പിടിച്ചെന്നെ മുന്നോട്ടാനയിക്കൂ എന്ന് മാത്രമല്ല, ഇന്നി ഇദാ മസ്സനി ളൈമുൻ യുറവ്വിഉനി, എന്നെ ബാധിക്കുന്ന, എന്നെ ഭയപ്പെടുന്ന വിപൽക്കരമായ പ്രതിസന്ധി എനിക്ക് നേരിട്ടാൽ ഞാൻ നബിയെ അങ്ങേ വിളിച്ചുകൊണ്ട് ഫഖുൽതു യാ സയ്യിദ സാദാത്തി യാ സനദി, നേതാക്കളായ നേതാവായ നബിയെ അങ്ങേ മാത്രം ഞാൻ അവലംബിക്കും, ആശ്രയം തേടും. മാത്രമല്ല നബിയെ കുല്ലി ഷഫീഅൻ ഇലാ റഹ്മാനി മിൻ സലലി ഫംനുൻ അലയ്യ ബിമാ ലാ കാന ഫീ ഖലദി, നബിയെ അങ്ങനെക്ക് ശുപാർശ ചെയ്യണേ. എന്റെ തെറ്റുകളിൽ നിന്ന് എനിക്ക് റഹ്മാനായ റബ്ബിനോട് ശുപാർശ ചെയ്യണേ. മാത്രമല്ല ഫംനുൻ അലയ്യ ബിമാ ലാ കാന ഫീ ഖലദി, എന്റെ മനസ്സിൽ പോലും ഞാൻ ഊഹിക്കാത്ത വിധത്തിലുള്ള ഔദാര്യങ്ങൾ എന്റെ നേരിൽ നിങ്ങൾ വാരിക്കൊരിഞ്ഞ് ചൊരിഞ്ഞു നൽകണേ എന്ന് ഹബീബായ നബി കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യത്തിന്റെ ശകലങ്ങൾ റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫിന്റെ മുമ്പിൽ സുന്ദരമായി ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നത്. ഞാനത് പറയുന്നത് ശിർക്കായിരുന്നെങ്കിൽ മദീനയിൽ ജൂതന്മാർ കൈകടത്തിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്ത് ആ ജൂതന്മാർ കടത്തി കൂട്ടുക? എടാ സുഹൃത്തുക്കളെ, മദീനയിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിൽ ജൂതന്മാർ കൈവച്ചിട്ടുണ്ടോ? അന്ന് ജീവിച്ചിരിക്കുന്ന ഈ വരികൾ പൂർവിക കാലഘട്ടത്തിൽ എഴുതി വെക്കുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന 10,000 ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അംഗീകാരത്തോടു കൂടിയല്ലേ ആലേഖനം ചെയ്യപ്പെട്ട് ചരിത്രത്തിൽ ആദ്യം ചോദ്യം ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? അന്നും ഇന്നും എക്കാലവും ലോകത്ത് നിലനിൽക്കുന്ന വസ്തുതാപരമായ പരമാർത്ഥമാണ്. നമ്മൾ ആത്മീയമായി ബന്ധം സ്ഥാപിച്ച മഹാത്മാക്കളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ സഹായം കിട്ടും, മദ കിട്ടും, അവരെ റഹ്മത്ത് കിട്ടും. ഇത് വസ്തുതാപരമായ പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. കണ്ണും ചെമ്മി ഭൗതികമായി നിഷേധിച്ചിട്ട് ഫലമില്ല. അതാ മാലപ്പാട്ടുകളിലൊക്കെ നമ്മൾ ഈ മഹാത്മാക്കളുടെ സഹായങ്ങൾ ചോദിക്കുന്നത്. ആ ബന്ധമുണ്ടോ? സഹായം കിട്ടും.